24-ന്റെ റിപ്പോർട്ടർ വിനീതയ്ക്കെതിരെ എടുത്ത കേസ്, വിനീത വിജിക്കെതിരെ കേസിൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നു, നിലപാട് അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 24 നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ അറിയിച്ചതാണ്. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുകയും ഈ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടയുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിൽ നിലപാട് എന്താണ് എന്ന് അറിയിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹൈക്കോടതി 22-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. വിനീതയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലായിരുന്നു വിനീത വിജിക്കെതിരെ കേസെടുത്തത്. ഇതിൽ 24 ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ പ്രതിഷേധം അറിയിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്ന് നേരത്തെ 24 അറിയിച്ചതാണ്. അതിന്റെ ഭാഗമായി 24 ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി വിനീത വിജിയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. മാത്രമല്ല, സർക്കാരിന് നോട്ടീസ് അയക്കുകയും നിലപാട് അറിയിക്കാൻ നിർദ്ദേശം നൽകുകയും 22-ന് കേസ് വീണ്ടും പരിഗണിക്കുമെന്നുമുള്ളതാണ് വിവരം. വിശദീകരണം നൽകാൻ സമയം വേണം എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് സർക്കാരിന് നിലപാട് അറിയിക്കാൻ നിർദ്ദേശം നൽകിയ കോടതി സമയം അനുവദിച്ചിരിക്കുന്നത്. 22-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഗൂഢാലോചന കുറ്റം ചുമത്തി നമ്മുടെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസ് എടുത്തിരുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തെ എങ്ങനെയാണ് കണ്ടത്? എന്താണ് അവിടെ നിന്നുള്ള തീരുമാനം? ഏറ്റവും സുപ്രധാനമായ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നു. കാരണം 308-ാം വകുപ്പും 120(b)യും IPC 34-ഉം ഒക്കെ ചുമത്തി സംസ്ഥാന സർക്കാർ എടുത്ത കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്നും ഉത്തരവ് വന്നിരിക്കുന്നു. 22-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വിനീത വിജിയെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം വേണം എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക ആവശ്യപ്പെട്ടു. തുടർന്നാണ് കോടതി 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചത്. 22-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ തങ്ങളുടെ നിലപാട് കോടതിയിൽ അറിയിക്കണം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിനീത വിജിക്കെതിരെ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ആദ്യം പരിഗണിക്കുമ്പോൾ തന്നെ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടറുടെ അറസ്റ്റ്, വിനീത വിജിയുടെ അറസ്റ്റ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. 22-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വിനീത വിജിയെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 308-ഉം അതോടൊപ്പം 120(b) ഗൂഢാലോചനയും അടക്കം ചുമത്തിയ കേസിലാണ് കോടതി ഇപ്പോൾ അനുകൂലമായ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഈ 22-ാം തീയതി അറിയാം സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്തെന്ന്. ആ നിലപാട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ വിധി പറയാൻ പോകുന്നത്. നിലവിൽ വലിയ ആശ്വാസം, വലിയ മേൽക്കൈ ഇപ്പോൾ 24-ന് ഉണ്ടായിരിക്കുന്നു. കോടതി വിനീത വിജിയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ്, സിംഗിൾ ബെഞ്ചാണ് ഈ കേസിൽ നിർണായകമായ നിർദ്ദേശം പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇത് മാധ്യമപ്രവർത്തകയാണ് എന്ന് 24-ന്റെ അഭിഭാഷകൻ അറിയിക്കുകയാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകർക്കെതിരെയാണോ ഗൂഢാലോചന കേസ് എന്നൊരു പരാമർശം, ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നു. ഒരു പക്ഷേ അത് കോടതി ഒരു വ്യക്തതയ്ക്കായി ചോദിച്ചതായിരിക്കാം. അതിനുശേഷമാണ് കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം മേൽക്കൈ 24-ന്, സർക്കാരിന് തിരിച്ചടി. ശരി ശ്രീകാന്ത്, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസ് റിപ്പോർട്ട് ചെയ്ത ആ സംഭവം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തത്. ആ കേസിൽ വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരുന്നു. ആ കേസിനെതിരെ ശക്തമായ പ്രതിഷേധം ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ 24 രേഖപ്പെടുത്തിയിരുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. അതിനെ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ആദ്യ ദിവസം 24-ന് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വിനീത വിജിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നു. സർക്കാരിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടുതൽ സമയം ആവശ്യമാണെന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു ശ്രീകാന്ത് നൽകിയത്. ശ്രീകാന്ത്, ഈ കാര്യത്തിൽ സർക്കാർ കോടതിയിൽ സ്വീകരിച്ചൊരു നിലപാട് എന്താണ് ഇന്ന് ഈ കേസ് വന്നപ്പോൾ? സർക്കാർ ഇതിൽ കൂടുതൽ വാദങ്ങൾക്ക് മുതിർന്നില്ല. നേരെ മറിച്ച് ഇതിൽ സർക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യം, ഈ വിഷയത്തിൽ നിലപാടറിയിക്കാൻ സമയം വേണം എന്ന് കൂടുതൽ സമയം ആവശ്യപ്പെടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. പിന്നാലെ കോടതി ചോദിച്ചത് ഈ ആളെ വിനീത വിജിയുടെ അറസ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇല്ല എന്ന് സർക്കാർ അഭിഭാഷക മറുപടിയും നൽകി. അങ്ങനെയെങ്കിൽ
അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു. 22-ാം തീയതി കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് പാടില്ല. ഇതാണ് കോടതിയുടെ നിർദ്ദേശമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സർക്കാരാണ് കൂടുതൽ സമയം നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടത്. സർക്കാർ അഭിഭാഷക ഗവൺമെന്റ് പ്ലീഡർ ഇന്ന് കോടതിയിൽ ഹാജരായി കൂടുതൽ സമയം ഈ വിഷയത്തിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. 22-ാം തീയതി വരെ സർക്കാരിന് സമയം കൊടുത്തു. ആ ഘട്ടത്തിൽ അവർക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യാം. ഇന്ന് പക്ഷേ ആദ്യത്തെ ദിവസത്തെ ആദ്യമായി കേസെടുക്കുമ്പോൾ മേൽക്കൈ വന്നിരിക്കുന്നത് 24-നാണ്. 308-ഉം 120-ബിയും ഒക്കെ ചാർജ് ചെയ്ത കേസിലാണ് സംസ്ഥാന സർക്കാരിന് ആദ്യത്തെ ദിവസത്തെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കോടതിയിൽ നിന്നും വന്നു. ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകൾ സ്വാഭാവികമായും എത്തുമ്പോൾ കോടതിയിൽ നിന്നും അനുഭാവപൂർണമായ അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടാകുന്നതല്ല. ഒരുപക്ഷെ കോടതിക്കും ഈ വിഷയത്തിൽ ഈ കേസിൽ സംശയം ഉണ്ടായിരിക്കണം. അതിനായിരിക്കാം കോടതി സർക്കാരിനോട് ഇത്തരത്തിൽ വിശദീകരണം തേടിയത്. സർക്കാരിന് നോട്ടീസ് പോയിട്ടുണ്ട്. അവരുടെ വിശദീകരണം കൂടി കേട്ട ശേഷം 22-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ ഒരുപക്ഷെ അന്തിമ വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൽക്കാലം വിനീത വിജിയെ അറസ്റ്റ് ചെയ്യാനാകില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് വിനീത വിജിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് അറസ്റ്റ് തടഞ്ഞത്. ശരി, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ആണ് ഇന്ന് ഈ വിഷയത്തിൽ നിലപാട് എടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ പ്രതിനിധി വിനീത വിജിയുടെ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുന്നു. കൂടുതൽ സമയം ആവശ്യമുണ്ട് വിശദീകരണം നൽകാൻ എന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിച്ചതിനെ തുടർന്ന് 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിനു നേരെ ഷൂ എറിഞ്ഞ സംഭവം, അത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തത്. മാത്രമല്ല, വിനീത അന്ന് ഞങ്ങളുടെ ക്യാമറാമാനോട് സംസാരിക്കുന്ന ആ ഭാഗം വക്രീകരിച്ചുകൊണ്ട് അതിൽ വ്യാജം ചേർത്തുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു പച്ചക്കള്ളമായിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് നിയമ നടപടികൾ സ്വീകരിക്കാൻ 24 നിർബന്ധിതരായത്. ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഒരു മാധ്യമം എന്ന നിലയിൽ 24 അറിയിക്കുകയും നിയമത്തിന്റെ വഴിയെ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് ഈ വിഷയം പരിഗണിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ കേസിൽ വിനീത വിജിയെ അറസ്റ്റ് ചെയ്യരുത്, അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് കോടതി. മാത്രമല്ല, ഇതിൽ സർക്കാരിന് എന്താണ് വിശദീകരണം നൽകാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സർക്കാരിന് കൂടുതൽ സമയം ആവശ്യമാണ് എന്ന് സർക്കാർ അഭിഭാഷകൻ അറിയിക്കുകയും അതിനെ തുടർന്ന് കേസ് 22-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഈ കേസ് പരിഗണിച്ചത്. വിനീത വിജി 24 റിപ്പോർട്ടർ വിനീത വിജിയെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞിരിക്കും.